ഹലോ, ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഇപ്പോൾ റീൽസിലും സ്റ്റോറീസിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ്, അമ്പൂരി പാലത്തേക്കാണ്. സോ നമ്മുടെ പെട്ടെന്ന് എടുത്ത ഡിസിഷൻ ആയതുകൊണ്ട് പെട്ടെന്ന് റെഡിയായി ഇറങ്ങുവാണ് ഗൈസ്. അങ്ങനെ തന്നെ പെട്ടെന്ന് നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് ബൈക്കിലാണ് പോകുന്നത്. പോകുന്ന വഴിക്കൊരു പർച്ചേസിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പോയി. സാധനങ്ങളൊക്കെ ഒരുപാട് നേരമൊന്നും നിന്ന് വാങ്ങാൻ കഴിഞ്ഞില്ല, എന്നാലും പറ്റുന്നതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി ബില്ലൊക്കെ പേ ചെയ്തു. അത് കഴിഞ്ഞ് ഉടനെ നമ്മൾ അങ്ങോട്ടേക്ക് തിരിച്ചു. പോകുന്ന വഴിക്ക് കളിവിളാകം എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. ഈ തമിഴ്നാട് വൈബ് എന്ന് വെച്ചാൽ കുറേ നേരം കണ്ടു നിൽക്കാൻ വേണ്ടി നല്ല അടിപൊളി സ്ഥലമായിരുന്നു. പോകുന്ന വഴിക്ക് ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ കുറച്ച് കഴിഞ്ഞ് ഭയങ്കര മഴയായി. നമ്മൾ കുടയൊക്കെ എടുത്താണ് കേസ് പോയത്. പിന്നെ ഒരിടത്ത് ഒതുങ്ങി നിന്നു, ഭയങ്കര മഴയായിപ്പോയി. പിന്നെ നമ്മൾ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയി. ഒരുപാട് പ്രതീക്ഷയിലാണ് വന്നത്, പക്ഷേ ഇങ്ങനെ ആയിപ്പോയി. എന്നായാലും അവിടെ നിന്ന് കോഫിയൊക്കെ പറഞ്ഞൊരു തട്ടയുടെ ഫ്രണ്ടിലായതുകൊണ്ട് കോഫിയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നിൽക്കുമായിരുന്നു. കുറേ നേരം നോക്കി, പിന്നെ ലാസ്റ്റ് തിരിച്ചു പോകണോ അങ്ങോട്ട് പോകണോ എന്നുള്ള കൺഫ്യൂഷനിലായി. അപ്പോഴത്തേക്കും നമ്മുടെ കോഫി വന്നു. അങ്ങനെ രണ്ടുപേരും കൂടി കോഫിയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുതായിട്ട് മഴയൊക്കെ കൊഴിഞ്ഞു, അങ്ങനെയൊക്കെ ഓക്കെ ആയി. അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തിരിച്ചു. അങ്ങനെ ഏകദേശം അടുത്തെത്താറൊക്കെ ആയപ്പോഴത്തേക്കും നല്ല കോടയൊക്കെ ഇറങ്ങുന്നുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കാണാൻ. വ്യൂസ് എന്ന് പറഞ്ഞാൽ സൂപ്പറായിരുന്നു. പിന്നെ റോഡൊക്കെ ഭയങ്കര ഇടുങ്ങിയതായിരുന്നു, ബ്ലോക്കായിപ്പോയി ലാസ്റ്റ്. ഏകദേശം ഒരു 5-10 മിനിറ്റ് നമ്മൾ അങ്ങനെ വണ്ടിയും വെച്ചുകൊണ്ട് നിന്നു. പിന്നെ ആ ബ്ലോക്ക് കഴിഞ്ഞ് വന്നു. അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട്, ആ പാലത്തിലേക്ക്. അങ്ങനെ പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഉദ്ദേശിച്ച ആ ഒരു ഭംഗി അവിടെ നമുക്ക് കിട്ടിയില്ല. കാരണം റീൽസിലും സ്റ്റോറിയും അങ്ങനെയൊക്കെ കണ്ടിട്ട് പോയപ്പോഴത്തേക്ക് ഭയങ്കര പച്ചപ്പായിരുന്നു. നമ്മളവിടെ പോയപ്പോൾ മരുഭൂമി പോലെയാണ് കണ്ടത്. പിന്നെ ഇതാണ് ഏകദേശം അവിടുത്തെ ഒരു ഇതായിട്ട് നമുക്ക് തോന്നിയത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അവിടുത്തെ ആ വെള്ളമൊക്കെ ഒന്ന് കടന്ന് അപ്പുറത്തോട്ട് പോയി. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് പറയുന്ന പോലെയായിരുന്നു. നമ്മൾ നടക്കുന്നിടത്ത് മാത്രം ഈ ചെളിയൊക്കെ ഒരുമാതിരിയൊക്കെയാണ് കിടന്നത്. നമ്മൾ വിചാരിച്ച ആ ഒരു ഇത് കിട്ടിയില്ല. പിന്നെ ദൂരത്തൊക്കെ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് ആളുകൾ അവിടെ കാണാൻ വരുന്നുണ്ട്. കുറേ പിള്ളേരുകൾ അവിടെ കളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു വൈബൊക്കെ തന്നെയാണ്. പിന്നെ ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഒരുപാട് അവിടെ പാറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള പ്ലാനിങ്ങിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പോയപ്പോൾ അവിടെ ഈ ഒരു വീണ്ടും വെള്ളം കടന്നാലേ നമുക്ക് അപ്പുറത്ത് പോകാൻ പറ്റും. അപ്പം ഞാൻ വിചാരിച്ചു ഇനി റിസ്ക് എടുക്കുന്നില്ല, ഒന്നാദ്യം നനഞ്ഞു കുളിച്ചാണ് വന്നത്. അപ്പം ആ ഒരു ഇതേ ഉള്ളൂ. പിന്നെ നമ്മൾ കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞു. നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടുത്തെ പ്രകൃതിക്ക് നമ്മൾ ഈ കാണുന്ന പോലെയല്ല, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ അപ്പം തന്നെ ചേട്ടൻ പറഞ്ഞു നമുക്ക് ഓക്കെ ഇനി തിരിച്ചു പോകാമെന്നൊക്കെ പറഞ്ഞ് ഏകദേശം ആ 1 മണിക്കൂറോടെ നമ്മൾ സ്പെൻഡ് ചെയ്തു. പിന്നെ പതിയെ നമ്മൾ നടന്നു വീട്ടിലേക്ക് പോകാനുള്ള കാര്യങ്ങളും തിരിച്ചു പോകുമ്പോൾ എന്തൊക്കെ ചെയ്യാമെന്നുള്ളതും അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് അവിടെ നിന്ന് നമ്മൾ തിരിച്ചു. അങ്ങനെ വലിയ സന്തോഷമില്ല, എന്നാലും സ്ഥലം കണ്ടതിലൊരു സന്തോഷമുണ്ട് ഗൈസ്. അപ്പോൾ ടാറ്റാ.